നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബു ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഭഗവാനേ വിഘ്നേശ്വര, ഓം മഹേശ്വര വിഘ്നേശ്വര പരമദേവമേ ഭഗവതി നമോ നമോ സ്വാമി നമോ അയ്യപ്പ സ്വാമി നമോ കാളികാളി അമ്മേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബുധ ആദിത്യ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ബുധാദിത്യ രാജയോഗം 2026 ജൂൺ മാസത്തിൽ ആദ്യ ആഴ്ചയിൽ സൂര്യ ബുധൻ്റെ സംയോഗം നടക്കുന്നു. സൂര്യനും അഥവാ ആദിത്യൻ അഥവാ രവിയും ബുധഗ്രഹവും തമ്മിൽ ചേരുന്നു. അതിലൂടെ ഉണ്ടാകുന്ന ബുധാദിത്യ രാജയോഗം 5 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരുപാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 5 രാശി നക്ഷത്ര ജാതർക്ക് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തോളം ബുധാദിത്യ രാജയോഗത്തിൻ്റേതായ അനുഗ്രഹവും അതിൻ്റെ ഫലങ്ങളും നിലനിൽക്കുക തന്നെ ചെയ്യും. ജ്യോതിഷപ്രകാരം അത്യന്തം ഫലപ്രദവും ഗുണപ്രദവുമാണ് ബുധാദിത്യ രാജയോഗം എന്ന് പറയുന്നത്. സൂര്യൻ ആത്മവിശ്വാസത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. ഗ്രഹ സാന്നിധ്യത്തിൽ ചക്രവർത്തി വ്യവസ്ഥയിൽ നിൽക്കുന്ന ഗ്രഹമാണ് സൂര്യൻ. ബുധൻ ബുദ്ധിയുടെയും അതുപോലെ തന്നെ ആശയവിനിമയത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ ദേവനാണ് അല്ലെങ്കിൽ ഗ്രഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവ രണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലം നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന തലത്തിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല വ്യവസ്ഥിതികൾ വന്നു ചേരുന്ന സമയമെന്ന് പറയേണ്ടി വരുന്നു. നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുകയും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ധനം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന വളരെ നന്മ നിറഞ്ഞതായിരിക്കുന്ന ഒരു ഗ്രഹ സംയോഗമാണ് ആദിത്യൻ്റെയും ബുധൻ്റെയും സംയോഗം എന്ന് പറയുന്ന ബുധാദിത്യ രാജയോഗം എന്ന് പറയുന്നത്. അതായത് ആത്മവിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ആശയവിനിമയത്തിൻ്റെയും ബുദ്ധിയുടെയും അതുപോലെ തന്നെ നന്മയുടെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായ ഗ്രഹങ്ങൾ ഒന്നു ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എടുത്തു പറയേണ്ടതായിട്ടില്ലല്ലോ. അത്രത്തോളം ഭാഗ്യദായകമായ അനുഭവമാണ് 5 രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഈ 5 രാശി നക്ഷത്ര ജാതർക്ക് ബുദ്ധിപരമായിട്ടുള്ള മുന്നേറ്റം, അതുപോലെ തന്നെ ജീവൽപരമായിട്ടുള്ള മുന്നേറ്റം, തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റം, സമൃദ്ധിദായകമായ ജീവിതത്തിന് ഏതെല്ലാം തരത്തിൽ മുന്നേറാൻ കഴിയുമോ ആ വ്യവസ്ഥകളിലൂടെ എല്ലാം മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന അനുഗ്രഹമാണ്
ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ 5 നക്ഷത്ര ജാതർക്ക്, ഈ 5 രാശി ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗം ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പുതിയ ബിസിനസ് ആവശ്യങ്ങൾ നടപ്പിലാക്കാനും പുതിയ ബിസിനസ് പദ്ധതികൾ രൂപീകരിക്കുവാനും തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ മേടം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്ന വലിയ ഭാഗ്യം. സഹപ്രവർത്തകരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും പുതിയ പുതിയ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവിടെ ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുന്നതിനുമായിട്ട് മേടം രാശി നക്ഷത്ര ജാതർക്ക് കഴിയും. എഴുത്ത് മേഖലകളിലും മാധ്യമ മേഖലകളിലും കലാമേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന ജീവൽ സൗഭാഗ്യങ്ങളാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നത്. മികച്ച ഭാഗ്യങ്ങൾ മേടം രാശി നക്ഷത്ര ജാതർക്ക് ഈ 1 വർഷക്കാലത്തിനിടയിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതായത് ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സാമ്പത്തിക ശേഷിയുടേതായിരിക്കുന്ന വരവുണ്ടാകും. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകൾ തിരികെ വന്നു ചേരും. അതുപോലെ തന്നെ സൗഹൃദങ്ങളുടേതായിരിക്കുന്ന വ്യവസ്ഥകൾ നടക്കുമ്പോൾ അത് ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥകളായിരിക്കും. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് കർമ്മഭാവത്തിൽ വളരെയധികം ഭാഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തൊഴിൽപരമായിട്ടുള്ള പുരോഗതി, വിദ്യാഭ്യാസപരമായ പുരോഗതി, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കർമ്മ രംഗത്ത്, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയിലും ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യവസ്ഥയിലുമൊക്കെ തന്നെ വളരെയധികം പുരോഗതിയാണ് കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബുദ്ധിപരമായ ഇടപെടലുകൾ, കൃത്യമായ ആശയവിനിമയ ശേഷി, അതിലൂടെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ പ്രശംസയൊക്കെ ലഭിക്കുന്നതിനുള്ള വിധി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ്, അധ്യാപകർ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക കീർത്തിമുദ്രകളൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥകൾ വന്നു ചേരാനുള്ള വിധിയും കർക്കിടക കൂറുകാരിൽ കാണുന്നുണ്ട്. ബുധാദിത്യ രാജയോഗം തീർത്തും വളരെ നല്ല രീതിയിൽ അനുഗ്രഹിക്കുന്ന രാശിയാണ് കർക്കിടകം രാശി. അതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് കന്നി രാശിയാണ്. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര പകുതി ചേരുന്ന കന്നി രാശി. ബുധൻ സ്വന്തം രാശിയായ കന്നിയിൽ സ്വാധീനം ചെലുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കന്നി രാശിക്കാരായ നക്ഷത്ര ജാതരിൽ ബഹുവിധങ്ങളായിരിക്കുന്ന ഭാഗ്യ അനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. സമ്പത്തിൻ്റെ വളർച്ച, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കൽ തുടങ്ങിയവയൊക്കെ കന്നി രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതരിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ബുധാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തിച്ച് പൂർത്തീകരിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ പകുതി വഴിക്ക് മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കന്നി രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് കഴിയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഗവേഷണ രംഗത്തും നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും വളരെ അനുകൂലമായ സ്ഥിതിവിശേഷങ്ങൾ വന്നു ചേരുകയും എടുത്തിരിക്കുന്ന പ്രവൃത്തികൾ ഏതാണെങ്കിലും പൂർത്തീകരിക്കുവാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളുമൊക്കെ ലഭിക്കുന്നതിനായിട്ട് ബുധാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കന്നിരാശിക്കാർക്ക് ഭാഗ്യമുണ്ട്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ നേതൃത്വ പാടവവും ആത്മവിശ്വാസവുമൊക്കെ വർദ്ധിക്കുന്നതായിരിക്കുന്ന സമയമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. 2026 ജൂൺ മാസം ആദ്യ ആഴ്ച സംഭവിക്കുന്ന ആദിത്യൻ്റെയും ബുധൻ്റെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ
വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യത്തിന് എണ്ണമില്ല എന്ന് പറയുന്നതാവും വിധി. അതുപോലെ തന്നെ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അത് വിജയിപ്പിക്കുവാനും വൃശ്ചികം രാശി ജാതർക്ക് കഴിയും. ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ ബുധാദിത്യ രാജയോഗത്തിലൂടെ വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരും. 2026 ജൂൺ മാസം ആദ്യ ആഴ്ചയിൽ തുടങ്ങുന്ന ആദിത്യൻ്റെയും അതുപോലെ തന്നെ ബുധൻ്റെയും സംയോഗമായി വന്നു ചേരുന്ന ബുധാദിത്യ രാജയോഗം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വിദേശത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് ഭാഗ്യമാകും. ടെക്നിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ജോലിയോടുകൂടിയുള്ള പഠനത്തിന് സാധ്യത ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളും കീർത്തിപത്രങ്ങളും സമ്മാനങ്ങളുമൊക്കെ ലഭിക്കുന്നതിനായിട്ടുള്ള എല്ലാ വിധികളും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കുടുംബപരമായി അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ടുള്ള ജീവിതത്തിലെവിടെയും ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണും. ഭാഗ്യദായകമായ അനുഭവങ്ങളുടെ ഒരു വലിയ ഒരു വിശേഷം തന്നെയായിരിക്കും ബുധാദിത്യ രാജയോഗത്തിലൂടെ വൃശ്ചികം രാശിക്കാരിലേക്ക് വന്നു ചേരുന്നത്. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി ചേരുന്ന മീനം രാശി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലമായി പങ്കാളിത്ത ബിസിനസ്സുകൾ വിജയിപ്പിക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കൂട്ടുചേർന്നുള്ള ബിസിനസ്സുകൾ വിജയിപ്പിക്കുവാൻ കഴിയും എന്നർത്ഥം. അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിൽ ഒരുപാട് പുരോഗതി വന്നു ചേരുന്ന സമയമാണിത്. നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തികളുമായിട്ട് അടുപ്പമുണ്ടാകുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും. അത് പല വ്യവസ്ഥയുടെയും, കലയുടെ ആണെങ്കിലും അതുപോലെ തന്നെ കായികത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും സാംസ്കാരിക മേഖലയാണെങ്കിലും ഇതിൻ്റെയൊക്കെ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുവാൻ ഈ രാശി നക്ഷത്ര ജാതർക്ക് കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുവാനും അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്ക് അനുഗ്രഹദായകമായ ജീവൻ പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുവാനും വിധി കാണുന്നു. അതുപോലെ തന്നെ ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലമായി 5 രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് എടുത്തുചാടി തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇരിക്കുക. കാര്യങ്ങളെക്കുറിച്ച് നിശേഷം പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമായതുകൊണ്ട് പലപ്പോഴും ആത്മവിശ്വാസം കൂടുമ്പോൾ പലതിനും അങ്ങ് ഇറങ്ങി പുറപ്പെടും. അങ്ങനെ ഇറങ്ങി പുറപ്പെടാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കാര്യങ്ങൾ തീരുമാനമാക്കിയതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാവൂ. അതുപോലെ തന്നെ ബുധാദിത്യ രാജയോഗത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന നക്ഷത്ര ജാതർ സൂക്ഷിച്ചു സംസാരിക്കുക എന്നുള്ളതാണ്. സംസാരിക്കാനുള്ള ഭാഗ്യമുള്ളതുകൊണ്ട്, കാരണം ബുധൻ്റെ ആധിപത്യമുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ വാക്കുകളും വാചകങ്ങളും വന്നു ചേരും. അത് വളരെ സൂക്ഷിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക, വളരെ അർത്ഥവ്യാപ്തിയോടുകൂടി സംസാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പരാജയം സംഭവിച്ചു പോയി എന്ന് വരാം. അതുപോലെ തന്നെ ബുധൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നതിനായി പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ ഭാഗ്യദായകമായിരിക്കും. അതുപോലെ പക്ഷികൾക്ക് ധാന്യങ്ങൾ നൽകുന്നത് സൂര്യൻ്റേതായ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകാൻ കാരണമാകും. നിത്യവും സൂര്യ നമസ്കാരവും സൂര്യ ഗായത്രിയും ജപിക്കുന്നത് ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങളുടെ വർധനവിന് കാരണമാകും. ബുധാദിത്യ രാജയോഗത്തിൻ്റെ എല്ലാ ഫലങ്ങളും ഈ 5 രാശി നക്ഷത്ര ജാതർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കട്ടെ. അത് വളരെ ഗംഭീരമായി തന്നെ നിലനിൽക്കട്ടെ. എല്ലാ ഭാഗ്യവും അനുഭവിക്കുവാനുള്ള ഭാഗ്യവും അനുഗ്രഹവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.